ഇതിൽ നിന്നും ഒരു പ്രചോദനം ഉൾക്കൊള്ളണം. നിങ്ങൾ വീട്ടിൽ പോയി ഇരുന്ന് ആലോചിക്കണം, ചിന്തിക്കണം, ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് മാത്രം നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അവരവര് പറയുക, അഫർമേഷൻ, സെൽഫ് ടോക്ക്. ഒരു കടലിൽ മത്സ്യബന്ധനം നടത്തിയ ഒരു പിതാവ് അതേ ഡ്രസ്സിലെ അതേ വികൃതമായ മുഷിഞ്ഞ ഡ്രസ് ഇട്ടുകൊണ്ട് കിട്ടിയ പൈസയുമായി മകളുടെ ഫീസ് അടയ്ക്കാൻ വേണ്ടി ഓഫീസിലേക്ക് എത്തിയതാണ്. ഇവിടെ കണ്ട ഒരു പ്രോഡക്റ്റ്, ഒരു വലിയൊരു ചക്രവർത്തി, അദ്ദേഹം തടവുകാർക്ക് ഒരു പണി കൊടുത്തു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണമുറിയിലേക്ക് അയക്കുമ്പോൾ ഈ തടവുകാരെ രണ്ട് കൈകളും, ഇടത് കൈയുടെ തള്ളവരൻ കൈവെള്ളതൊട്ട് വലത് കൈയുടെ കൈവെള്ള വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഇരുമ്പ് ദണ്ടുകൊണ്ട് ബന്ധിപ്പിക്കും. 5 എണ്ണോ ഇവര് 6 എണ്ണം. വേഗം മൈമത്തിട്ടാണ്. നിങ്ങൾ നുണഞ്ഞ അമ്മിഞ്ഞ പാട്ടിന്റെ രുചി, നിങ്ങളെ ചേർത്ത് പിടിച്ച ആ കൈയുടെ ചൂട്, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ മനോഹരമായ ഹൃദയത്തിന്റെ ഉടമയായ അമ്മ എന്ന ആ ഒരു വലിയ സംഭവത്തെ ഈ പൊതുപരീക്ഷ എഴുതാൻ പ്രിയപ്പെട്ട മക്കളിലേക്ക് ആദ്യം എത്തിയെങ്കിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് അത്യന്തികമായി പറയാനുള്ളത്. അനുഭവങ്ങൾ എത്ര ഉണ്ടായാലും മനസ്സിലേക്ക് അത് സ്വാധീനിക്കപ്പെടുക ഇല്ല എന്ന് പറഞ്ഞാൽ എത്ര വലിയ കല്ല് വീണാലും ഓളങ്ങൾ ഉണ്ടാകുന്ന ചില മനുഷ്യരുണ്ട്. അവർക്ക് ജീവിത പാഠങ്ങൾ അവരുടെ പുരോഗതിക്ക് അടിക്കല്ലായി മാറുകയില്ല. പിന്നെ ഈ ഫസ്റ്റ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള വേൾഡിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഡീകോളനൈസേഷൻ, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, അതൊക്കെ പറയുന്നത്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചാനലിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നും അതെന്താ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. വളരെ തിരക്കിനിടയിൽ ഇവിടെ വന്ന സാധനം പ്രത്യേകം അഭിനന്ദനവും നന്ദിയും അറിയിക്കുന്നു.